ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യണം. ഫസ്റ്റ് ഇയർ ആണ്. നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തുടങ്ങുന്നത്. ആദ്യത്തെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തിനാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? നമുക്കറിയാം, നമ്മളെ ചുറ്റുപാടും ഭൂമുഖത്തും മൊത്തത്തിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ആയിരക്കണക്കിന് ജീവജാലങ്ങളെ നമുക്ക് പഠിക്കുക എന്നുള്ളത്, വളരെ ഒറ്റയടിക്ക് പഠിക്കുക എന്നുള്ളത്, തരംതിരിക്കാതെ പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ ഓരോ ജീവികളെയും തരംതിരിച്ചുകൊണ്ട് വേർതിരിച്ച് ഓരോന്നും സെപ്പറേറ്റ് ഗ്രൂപ്പാക്കി, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, അല്ലേ? അപ്പോൾ നമ്മളെ പഠനത്തിന് എളുപ്പം സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മുഴുവൻ ജീവജാലങ്ങളെയും പലതരത്തിലുള്ള പല സയൻറ്റിസ്റ്റുകളും പല രൂപത്തിൽ തരം തിരിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ആദ്യമായിട്ട് ജീവജാലങ്ങളെ തരംതിരിച്ചത്, ആനിമൽസുകളെയും പ്ലാന്റ്സുകളെയും തരംതിരിച്ചത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, അല്ലേ? അരിസ്റ്റോട്ടിലിൻ്റെ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടും. നമുക്ക് അരിസ്റ്റോട്ടിലിനെ പരിചയമുണ്ട്, അല്ലേ? അതായത് സുവോളജിയുടെ ഫാദറാണ്, പൊളിറ്റിക്സിൻ്റെ ഫാദറാണ്, അല്ലേ? ബയോളജിയുടെ ഫാദറാണ്. അങ്ങനെയുള്ള ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ് അരിസ്റ്റോട്ടിൽ, അല്ലേ? അപ്പോൾ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ, അല്ലേ? അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്ലാന്റ്സുകളെ അദ്ദേഹം മോർഫോളജിക്കലായിട്ട്, അല്ലെങ്കിൽ പുറമേ നിന്ന് കാണുന്ന രൂപം വെച്ചിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. പ്ലാന്റ്സുകളെ അദ്ദേഹം ട്രീസ് എന്നും ഹെർബ്സ് എന്നും ഷ്രബ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു, അല്ലേ? ഈ ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു ഹെർബ്സ്, shrubs and trees, അല്ലേ? എന്താണ് ഹെർബ്സ് എന്ന് പറഞ്ഞാൽ? തണ്ടിനുറപ്പില്ലാത്ത സസ്യങ്ങളെയാണ് ഹെർബ്സ് എന്ന് പറയാം. വെള്ളത്തണ്ടൊക്കെ നിങ്ങൾ സ്ലേറ്റിൽ മായ്ക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലേ? അതുപോലെ തണ്ടിനുറപ്പില്ലാത്ത സസ്യങ്ങളെയാണ് ഹെർബ്സ് എന്ന് പറയും, അല്ലേ? അതേപോലെ തന്നെ ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളെയാണ് ഷ്രബ്സ് എന്ന് പറയാം. അതേപോലെ ട്രീസ് എന്ന് പറഞ്ഞാലോ, അല്ലേ? ട്രീസ് എന്ന് പറഞ്ഞാൽ വൻമരങ്ങളാണ്, നല്ല ഉറപ്പുള്ള വുഡിയായിട്ടുള്ള, അല്ലേ? പ്ലാവ്, തേക്ക്, ഈട്ടി, അങ്ങനെയുള്ള പ്ലാന്റ്സുകളെയാണ് നമ്മൾ ട്രീസ് എന്ന് പറയാം. അപ്പം പുറത്തുനിന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ അറിയാം, അല്ലേ? നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടാവുന്ന ബുഷ്, അല്ലേ? അത് ഷ്രബിൽപ്പെട്ടതാണ്. അപ്പോൾ ഓരോന്നിനെയും പുറത്തുനിന്ന് മോർഫോളജിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഹെർബ്സ് ആണോ, ഷ്രബാണോ, ട്രീ ആണോ? അപ്പോൾ ഹെർബ്സുകളെല്ലാം ഒരു ഗ്രൂപ്പിൽ, അല്ലേ? ഷ്രബുകളെല്ലാം മറ്റൊരു ഗ്രൂപ്പിൽ, അതേപോലെ ട്രീസിനെ മറ്റൊരു ഗ്രൂപ്പിൽ, അങ്ങനെ 3 ഗ്രൂപ്പാക്കി അദ്ദേഹം പ്ലാന്റ്സിനെ തിരിച്ചു. ഇനി ആനിമൽസിനെ അദ്ദേഹം എന്ത് ചെയ്തു? 2 ഗ്രൂപ്പാക്കി തിരിച്ചു. ദോസ് ഹു ഹാവ് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് ഡു നോട്ട് ഹാവ് റെഡ് ബ്ലഡ് സെൽസ്, അല്ലേ? ഒരു ഗ്രൂപ്പിനെ, ഫസ്റ്റത്തെ ഗ്രൂപ്പിനെ അദ്ദേഹം RBC, അല്ലേ? ഉള്ള ഗ്രൂപ്പെന്നും, ഉള്ള ഗ്രൂപ്പുകളെ, ഒരു ആനിമൽസുകളെ ഒരു ഗ്രൂപ്പായിട്ടും, എന്നാൽ അത് ബ്ലഡിലെ RBC ഡു നോട്ട് ഹാവ് RBC ഇല്ലാത്ത ആനിമൽസുകളെ മറ്റൊരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്തി. അപ്പോൾ he classified animals into 2. First group is those animals have red blood cells, RBC എന്ന് പറയാം. ചുവന്ന രക്താണുക്കളുള്ള ഒരു ആനിമൽസുകൾ ഒരു ഗ്രൂപ്പിലും, ചുവന്ന രക്താണുക്കളായിട്ടുള്ള RBC ഇല്ലാത്ത ആനിമൽസുകളെ മറ്റൊരു ഗ്രൂപ്പിലും അദ്ദേഹം ഉൾപ്പെടുത്തി, അല്ലേ? അപ്പോൾ he grouped animals into those animals that have RBC and another group those do not have RBC. അതാണ് അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ള സയൻറ്റിസ്റ്റ് നോക്കാം,
കാൾ ലിനേസ് അല്ലേ, കാൾ ലിന്നേസ്, ലിന്നേസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ ലിന്നേസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് അദ്ദേഹം രണ്ട് ടോട്ടൽ ലിവിങ് ഓർഗാനിസത്തിനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചത്. ഒന്നാമത്തെ ഗ്രൂപ്പ് നോക്കാം, പ്ലാന്റ് കിങ്ഡം അല്ലേ, വളരെ എളുപ്പമാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ആനിമൽ കിങ്ഡം, ആനിമൽ കിങ്ഡം. അപ്പോൾ പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, അങ്ങനെ രണ്ട് കിങ്ഡംസ് ആയിട്ടാണ് ലിന്നേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവികളെ ഒന്ന് പറയാം, ഓർഗാനിസത്തിനെ. ദാറ്റ് ഈസ് ബാക്ടീരിയ അല്ലേ, ബാക്ടീരിയ അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അല്ലേ. അതേപോലെ തന്നെ അദ്ദേഹം ബ്ലൂ ഗ്രീൻ ആൽഗെ ഉൾപ്പെടുത്തി. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, സയനോ ബാക്ടീരിയ ഉൾപ്പെടുത്തി. മോസസ് എന്ന് പറയുന്ന പായലുകളൊക്കെ വരുന്ന മോസസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഇതിൽ ഉൾപ്പെടുത്തി. അതേപോലെ തന്നെ പന്നലുകളായിട്ടുള്ള ഫേൺസിനെ ഉൾപ്പെടുത്തി. ജിംനോസ്പോംസ് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ മറ്റൊരു വിഭാഗമാണ് ജിംനോസ്പോംസ്. അതേപോലെ തന്നെ ആൻജിയോസ്പോംസ്, ഇപ്പോൾ നമ്മൾ ചുറ്റും കാണപ്പെടുന്ന എന്താണ്, പൂക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് ആൻജിയോസ്പോംസ് അല്ലേ. ഇപ്പോൾ ഈന്ത് മരങ്ങളൊക്കെയാണ് ജിംനോസ്പോംസിൽ വരിക, പൈൻ മരങ്ങളൊക്കെ അല്ലേ. അപ്പം ബാക്ടീരിയ അടക്കം അദ്ദേഹം പ്ലാന്റ്സ്, അതായത് സെൽവാളുള്ള മുഴുവൻ എന്താണ് ഓർഗാനിസത്തിനെയും അദ്ദേഹം പ്ലാന്റ് കിങ്ഡം എന്ന ഗ്രൂപ്പിലാണ് പെടുത്തിയത്. സെൽവാൾ എന്ന ഒരു ക്യാരക്ടേഴ്സാണ് അദ്ദേഹം മെയിനായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ഓക്കെ, ആനിമൽസ് കിങ്ഡത്തിലെ യൂണിസെല്ലുലാർ എന്താണ് ആനിമൽസ്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ അല്ലേ, മൾട്ടി സെല്ലുലാർ ആനിമൽസ്. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ആയിട്ടുള്ള സെൽവാൾ ഇല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളെയും അദ്ദേഹം ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? വളരെ എളുപ്പമാണ് ലിന്നേയസിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ. ഈ ക്ലാസിഫൈ ടോട്ടൽ ലിവിങ് ഓർഗാനിസംസ് ഇൻടു ടു കിങ്ഡം, ദാറ്റ് ഈസ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ പ്ലാന്റ് കിങ്ഡം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി ആനിമൽ കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിൽ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മോസസ്, ഫേൺ, ജിംനോസ്പോംസ് ആൻഡ് ആൻജിയോസ്പോംസിനെയാണ് ഉൾപ്പെടുത്തിയത്. ആനിമൽ കിങ്ഡത്തിലെ എന്താണ് സെൽവാൾ ഇല്ലാത്ത മുഴുവൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ, ഒരു കോശമുള്ള ജീവി മുതൽ എന്താണ് മൾട്ടി സെല്ലുള്ള അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ വരെ എന്താണ് ആനിമൽ കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷന് ചില പോരായ്മകളുണ്ട്. എന്തൊക്കെയാണ് പോരായ്മകൾ? ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലിനേയസ് ക്ലാസിഫിക്കേഷൻ ഓർ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പോരായ്മകൾ, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അതിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത്, ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ യൂണിസെല്ലുലാർ എന്നോ മൾട്ടി സെല്ലുലാർ എന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല ജീവികളെ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്ടീരിയ നമുക്കറിയാം ഒറ്റ സെല്ലാണ് അല്ലേ, സിംഗിൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ജീവിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഫംഗസ് കൂടി ഉണ്ട് കേട്ടോ, ഫഞ്ചൈ വരുന്നുണ്ട്. അതേ എന്താണ് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആൻജിയോസ്പോംസ്, ജിംനോസ്പോംസ്, അതിൻ്റെ കൂടെ തന്നെയാണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ബാക്ടീരിയ ഉൾപ്പെടുത്തിയത് അല്ലേ. സോ ഹി ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലേ. ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് or did not differentiate uni and multicellular organisms. Okay, multicellular organisms. Okay, ഇപ്പോൾ ഇവിടെ യൂണിസെല്ലുലാർ എന്നോ മൾട്ടി സെല്ലുലാർ എന്നോ വേർതിരിച്ചിട്ടില്ല. അതേപോലെ തന്നെ he did not differentiate prokaryotes and eukaryotes. Did not differentiate prokaryotes. എന്താണ് prokaryotes? എന്താണ് eukaryotes? prokaryotes and eukaryotes. അപ്പോൾ prokaryotes എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാക്ടീരിയ ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് അല്ലേ. അതായത് ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽസ്
DNA ഇവിടെ ഉണ്ടാവും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻസ്, ദർ ഈസ് നോട്ട് ട്രൂ ന്യൂക്ലിയസ് അല്ലേ. ഇത്തരം ഓർഗാനിസംസിന് ട്രൂ ന്യൂക്ലിയസ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഇല്ലാത്ത ന്യൂക്ലിയസ് ആയിരിക്കും അതിന് ഉണ്ടാവുക. അതേപോലെ തന്നെ ദർ ഈസ് നോ സെൽ ഓർഗനൽസ്, മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസ് പ്രോകാരിയോട്സിന് ഉണ്ടാവില്ല. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോം പോലുള്ള സെൽ ഓർഗനൽസ് എന്തിന് ഉണ്ടാവില്ല, പ്രോകാരിയോട്സിന് ഉണ്ടാവില്ല. എന്നാൽ യൂകാരിയോട്സിന്റെ സെല്ല് നോക്കുകയാണെങ്കിൽ അതിന് ന്യൂക്ലിയർ മെംബ്രെയിൻസ്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഉണ്ടാവും, മൈറ്റോകോൺട്രിയ ഉണ്ടാവും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാവും, ഗോൾഗി ബോഡീസ് ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെൽ ഓർഗനൽസും ന്യൂക്ലിയർ മെംബ്രെയിൻസും പ്രസന്റ് ആയിട്ടുള്ള സെല്ലുകളെയാണ് യൂകാരിയോട്സ് സെൽസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നോക്കുക, ബാക്ടീരിയ പ്രോകാരിയോട്സ് ആണ്. മോസസ്, ആൻജിയോസ്പേം, ജിംനോസ്പേം ഇതൊക്കെ യൂകാരിയോട്സ് ആണ്. സോ ഹി ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആൻഡ് യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. മനസ്സിലായോ? പ്രോകാരിയോട്സ് എന്നോ യൂകാരിയോട്സ് എന്നോ ഡിഫറൻസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഹി ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് അല്ലേ. ഫോട്ടോസിന്തറ്റിക് എന്നോ നോൺ ഫോട്ടോസിന്തറ്റിക് എന്നോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസത്തിനെ രണ്ട് ഗ്രൂപ്പിൽ പെടുത്തിയിട്ടില്ല. അദ്ദേഹം അതും ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത്. ഇവിടെ നോക്കുക, ബാക്ടീരിയ ഫോട്ടോസിന്തറ്റിക് ആവാം അല്ലേ. ഫംജൈ എന്താണ്, എന്താണ്, നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഇല്ലാത്ത ഓർഗാനിസമാണ്. എന്നാൽ പ്ലാന്റ്സിൽപ്പെട്ടത് ആൻജിയോസ്പേംസ്, മോസസ് ഇതിനൊക്കെ എന്താണ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ രണ്ടിനെയും ഒരു ഗ്രൂപ്പിൽ തന്നെയാണ്, പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ആര് ഉൾപ്പെടുത്തിയത്, കാൾ ലിന്നേയസ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം, കാൾ ലിന്നേയസ് ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് അല്ലേ. ഫോട്ടോസിന്തറ്റിക് എന്നോ നോൺ ഫോട്ടോസിന്തറ്റിക് എന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നിട്ടില്ല. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ അതിനൊരു അഡ്വാൻറ്റേജസ് ഉണ്ടാവും. എന്താണ് അഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. ഈസിലി ഡൺ ആണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഓർഗാനിസം കണ്ടാൽ പെട്ടെന്ന് ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. ഈസി ടു ഡൺ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ചെയ്യുക മാത്രമല്ല അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഇതാണ് കാൾ ലിന്നേയസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഓൾസോ ഡിസഡ്വാൻറ്റേജസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് അല്ലേ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ് R.H. വിറ്റേക്കർ. R.H. വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത് 1969 അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, R.H. വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്തത് പ്രത്യേക സ്വഭാവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. സോ ഹി യൂസ് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ഫോർ ദി ക്ലാസിഫിക്കേഷൻസ്, ദാറ്റ് ഈസ് മോഡ് ഓഫ് താലസ് ഓർഗനൈസേഷൻ അല്ലേ. ഒരു ഓർഗാനിസം എങ്ങനെയാണ് അതിൻ്റെ സെൽ സ്ട്രക്ചർ, അതാണ് താലസ് എന്ന് പറയുന്നത്. സെൽ എങ്ങനെയായിരിക്കും, താലസ് ഓർഗനൈസേഷൻ ഓർ സെൽ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ പറയുന്നത്, ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. അതിലെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെൽ സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ ബോഡി ഓർഗനൈസേഷൻ. എന്താണ് സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ അല്ലേ, അത് ബേസ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. അതേപോലെ തന്നെ ബോഡി ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് രൂപത്തിലാണ് ഫുഡ് സ്വീകരിക്കുന്നത്. ഹോളോസോയിക് നമ്മളെപ്പോലെ വിഴുങ്ങാണോ അതോ സ്വന്തം എന്താണ് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണോ, ഓട്ടോട്രോഫിക് ആണോ, ഹെറ്ററോട്രോഫിക് ആണോ,
മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുകയാണോ, അതല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ആണോ, അഴുകിയ വസ്തുക്കളിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുകയാണോ, അല്ലേ? അത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ആർച്ച് വിറ്റേക്കർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഇദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുണ്ട്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അല്ലേ? അപ്പം ലൈംഗിക പ്രത്യുത്പാദനം, അതേപോലെ അലൈംഗിക പ്രത്യുത്പാദനം എന്നൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ റീപ്രൊഡക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, ഫൈലോജനിക്, അല്ലേ? അതായത് എവല്യൂഷനെ ബേസ് ചെയ്ത് ആദ്യം ഏത് ഓർഗാനിസം ഉണ്ടായി, പിന്നീട് ഏത് ഓർഗാനിസംസ് ഉണ്ടായി, അതിനെ ബേസ് ചെയ്തിട്ട് ഫൈലോജനി, പരിണാമം ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ കാര്യവും അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഹി കൺസിഡർ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ്, ദറ്റ് ഈസ് സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. സോ ദീസ് ആർ ദ ക്രൈറ്റീരിയാസ് ഓഫ് 5 kingdom ക്ലാസിഫിക്കേഷൻ. ഈ ക്രൈറ്റീരിയാസ് പലപ്പോഴും ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈറ്റീരിയാസ് ഓഫ് 5 kingdom ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ആരാണ് പ്രപ്പോസ് ചെയ്തതുമെന്ന് ഓർത്തിരിക്കാം. ഇനി ഈ ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് 5 kingdom ക്ലാസിഫിക്കേഷനിൽ ടോട്ടൽ ലിവിങ് ഓർഗാനിസത്തിനെ 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. എത്ര ഗ്രൂപ്പുകളാണ് മക്കളെ? 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മൊണീറ, പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ, അല്ലേ? അങ്ങനെ 5 ഗ്രൂപ്പുകളാക്കിയാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേക കോളത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതിവിടെ നോക്കാം. ഫസ്റ്റ് അതിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ ക്യാരക്ടേഴ്സിലാണ് സെൽ ടൈപ്പ്, സെൽ വാള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്, അല്ലേ? മൊണീറയാണ് ഫസ്റ്റ്. മൊണീറയിൽ സെൽ ടൈപ്പ് എങ്ങനെയാണ്? പ്രോകാരിയൂട്ട്സ് ആണ്, അല്ലേ? പ്രൊട്ടിസ്റ്റ ആണെങ്കിലോ ബാക്കിയുള്ളതൊക്കെ യൂകാരിയൂട്ട്സ് ആണ്. ഫഞ്ചൈ, അതേപോലെ പ്ലാന്റ്, ആനിമേലിയ, ഇതിലെല്ലാം യൂകാരിയൂട്ട്സ്. ഇപ്പോൾ പ്രോകാരിയൂട്ട്സ് വരുന്ന വെറും മൊണീറ മാത്രമാണ്. ഓക്കെ, ഇനി സെൽ വാൾ ആണെങ്കിൽ നോക്കാം, നോൺ സെല്ലോസിക് ആണ്. എന്ന് വെച്ചാൽ സാധാരണ സെൽ വാൾ ഉണ്ടാവുക, പ്ലാന്റ്സിൻ്റെ ഒക്കെ സെൽ വാൾ ഉണ്ടാക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്, അല്ലേ? സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ അന്നജത്തിൻ്റെ മറ്റൊരു സ്ട്രക്ചറാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന മൂലകങ്ങൾ കൊണ്ട് ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതില്ലാത്ത സെൽ വാൾ ആയിരിക്കും ഏതിലുണ്ടാവുക? മൊണീറയിൽ ഉണ്ടാവുക. അപ്പോൾ പോളിസാക്രൈഡ്സ്, അതേപോലെ അമിനോ ആസിഡ്, 2 കെമിക്കൽസ് ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രൊട്ടിസ്റ്റയിലാണെങ്കിലോ സെൽ വാള് വളരെ കുറഞ്ഞ പ്രൊട്ടിസ്റ്റയിൽപ്പെട്ട ചില ജീവികളിൽ മാത്രമാണ് സെൽ വാൾ കാണപ്പെടുക. ഫംഗസിലാണെങ്കിലോ ഫംഗസിലെ അതിൻ്റെ സെൽ വാൾ ഉള്ളത് സെല്ലുലോസ് കൊണ്ടല്ല, കൈറ്റിനും പോളിസാക്രൈഡും കൊണ്ടാണ്. അപ്പോൾ ഫംഗസിൻ്റെ സെൽ വാളും ബാക്ടീരിയ മൊണീറയുടെ സെൽ വാളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസിക് സെൽ വാൾ ആയിരിക്കും, സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആനിമൽസിൽ സെൽ വാൾ ഉണ്ടാവുമോ? അല്ലേ? ആനിമൽസിൽ സെൽ വാൾ ഇല്ല, ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്യാരക്ടർ നോക്കുക, ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഏതിനാണ് ഉണ്ടാവുക? പ്രൊകാരിയൂട്ട്സിൽ ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഉണ്ടാവുമോ? ദർ ഈസ് നോട്ട് ട്രൂ ന്യൂക്ലിയസ്, അല്ലേ? ഇൻ കേസ് ഓഫ് പ്രൊകാരിയൂട്ട്സ്. സോ ദർ ഈസ് ന്യൂക്ലിയർ മെംബ്രെയിൻസ് ആബ്സെൻറ്റ്. ബാക്കിയുള്ള ഇതൊക്കെ പ്രൊട്ടിസ്റ്റൻ്റെ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, അല്ലേ? എല്ലാത്തിനും, ഫംഗസിനും പ്ലാന്റിനും ആനിമൽസിനും ഒക്കെ യൂകാരിയോട്ടിക് സെല്ലാണ്. അതുകൊണ്ട് തന്നെ സെൽ ന്യൂക്ലിയർ മെംബ്രെയിൻസ് യൂകാരിയോട്ട്സിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് 4 എണ്ണത്തിലും പ്രസൻറ്റ് എന്ന് ഇട്ടത്. അടുത്ത ക്യാരക്ടേഴ്സ് നോക്കുക, ബോഡി ഓർഗനൈസേഷൻ ആണ്. ബോഡി ഓർഗനൈസേഷനിൽ സെല്ലുലാർ, മൊണീറ യൂണിസെല്ലുലാർ ആണ്, ഒറ്റ സെല്ല് കൊണ്ട് മാത്രമായിരിക്കും ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ ബാക്ടീരിയക്ക് ഒരു സെല്ല് കൊണ്ടാണ് യൂണിസെല്ലുലാർ ആണ്. പ്രൊട്ടിസ്റ്റയിലും യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് പ്രൊട്ടിസ്റ്റയിൽ വരിക. മൊണീറയിലാണെങ്കിൽ യൂണിസെല്ലുലാർ പ്രൊകാരിയൂട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ഫംഗസിലാണെങ്കിൽ സെല്ലുകൾ മാത്രമല്ല, സെല്ലുകൾ കൂടി ചേർന്നിട്ട് ടിഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും, കലകൾ പോലെ പ്രത്യേക സ്ട്രക്ചർ ഫംഗസിൽ കാണാം. അപ്പോൾ മൾട്ടി സെല്ലുലാർ ആയിരിക്കും,
ലൂസ് ടിഷ്യൂ ആയിരിക്കും, അത്ര ഉറപ്പില്ലാത്ത ടിഷ്യൂകളായിരിക്കും, കലകളായിരിക്കും. പ്ലാന്റയിലാണെങ്കിലോ ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, അല്ലേ? ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്. ടിഷ്യൂ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഓർഗനായി മാറുക. ലീവ്സ് ഒരു ഓർഗനാണ്, റൂട്ട് ഒരു ഓർഗനാണ്, സ്റ്റെമ്മ് മറ്റൊരു ഓർഗനാണ്, അല്ലേ? അങ്ങനെ ഓർഗൻസുകളാണ് പ്ലാന്റ്സിൽ കാണാം. ഓർഗൻസുകളെല്ലാം കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ ഉണ്ടാവില്ല, ഓർഗൻസുകൾ മാത്രമാണ് ഉണ്ടാവുക. അനിമൽസിൽ നോക്കുക, സെൽസുകളെല്ലാം കൂടി ടിഷ്യൂ ഉണ്ടാവും, ആ ടിഷ്യൂകൾ കൂടി ചേർന്ന് ഓർഗൻസ് ഉണ്ടാവും, ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവും. ഹാർട്ടും ബ്രെയിനും തമ്മിൽ കണക്ഷനാണ്, അല്ലേ? അതാണ് ഹാർട്ട്സ്. അതേപോലെ സർക്കുലേറ്ററി സിസ്റ്റം, അല്ലേ? ഇപ്പോൾ ലിവർ, കിഡ്നി, ലങ്സ്, ഇതെല്ലാം എന്താണ് പരസ്പരം ഒരു കോർഡിനേഷൻ ഉണ്ട്. അതാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അനിമേലിയയിൽ ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റംസ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷനിൽ മൊണീറയിൽ ഓട്ടോട്രോഫിക് അതേപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ കീമോസിന്തറ്റിക് ആണ്, അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. അതായത് ചില ബാക്ടീരിയകൾ ക്ലോറോഫിൽ പ്രസൻ്റ് ആയിരിക്കും. അത്തരം ബാക്ടീരിയകൾക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ചില ബാക്ടീരിയയിൽ ഒരു കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്നതായിരിക്കും. ഇപ്പം നൈട്രൈറ്റ്സിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകളുണ്ട്, നൈട്രോബാക്ടർ ബാക്ടീരിയ. അപ്പോൾ ആ ബാക്ടീരിയകൾ എന്ത് ചെയ്യും? ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് നിർമ്മിക്കും, അല്ലേ? അത്തരം ബാക്ടീരിയകളാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയാസ് എന്ന് പറയാം. അപ്പോൾ കീമോസിന്തറ്റിക് ബാക്ടീരിയാസുകൾ ഉണ്ടാവും, ഓട്ടോട്രോഫിക് തന്നെയാണ് അതും. എന്നാൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളും മൊണീറയിൽ കാണാം. എന്ന് വെച്ചാൽ അഴുകിയതാണ് കൂടുതൽ ഇഷ്ടം, അല്ലേ? അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് കഴിയും, അല്ലെങ്കിൽ അഴുകാൻ സഹായിക്കുന്നത് ഈ ബാക്ടീരിയയാണ്. അതിൽ നിന്നുള്ള ചില രാസാഗ്നികൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിസർജിക്കുന്നതിന് ഫലമായിട്ടാണ് അഴുകൽ പ്രക്രിയ നടക്കുന്നത്, അല്ലേ? ചിലത് പാരസൈറ്റിക് ആണ്, മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവയുണ്ട്. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ് കൂടുതലും. യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ആണ്. അതേപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയകളും പ്രൊട്ടിസ്റ്റുകളും കാണാം, അല്ലേ? മറ്റുള്ള അമീബ ഹെറ്ററോട്രോഫിക് ആണ്, പാരമീസിയം ഹെറ്ററോട്രോഫിക് ആണ്, മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യാണ് ഫുഡിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. ഫംഗസ് ആണെങ്കിൽ കംപ്ലീറ്റ് ഹെറ്ററോട്രോഫിക് ആയിരിക്കും. ദാറ്റ് മേ ബി സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക്, അല്ലേ? ഫംഗസ് നമ്മളെ ശരീരത്തിൽ ഫംഗസ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മളെ ബോഡിയിൽ സ്കിൻ സർഫേസിലൊക്കെ ഫംഗസ് വരാം. അതെന്ത് ചെയ്യും? അത് പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസ് ആണ്. എന്നാൽ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള അഴുകിയതിൽ നിന്നിപ്പോൾ ബ്രെഡ് അഴുകുന്ന സമയത്ത് അതിൽ ഫംഗസ്, റൈസോപ്പസ് എന്ന് പറയുന്ന ഫംഗസ് വരും, അല്ലേ? അപ്പോൾ അത് എന്താണ്? ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള, സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഓറഞ്ച് അഴുകുന്ന സമയത്ത്, അല്ലേ? പൂപ്പലുകൾ അതിൽ വരാം. അതെല്ലാം സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ്. അതേപോലെ പ്ലാന്റ്സിലാണെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് ഓട്ടോട്രോഫിക് ആണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് എന്തൊക്കെയാണ്? ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വരിക. അനിമേലിയയിലെ മെയിനായിട്ട് ഹെറ്ററോട്രോഫിക് ആണ്, ഹോളോസോയിക് ആണ്, അതേപോലെ തന്നെ സാപ്രോഫൈറ്റിക് ആണ്. ഹോളോസോയിക് സാറാണ് നമ്മളെപ്പോലെ വിഴുങ്ങുന്നതാണ്, അല്ലേ? സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്, വൾച്ചേഴ്സ്, അല്ലേ? കഴുകന്മാർ, അഴുകിയതും ചീഞ്ഞതുമായിട്ടുള്ള ഡെഡ് ആൻഡ് ഓർഗാനിസംസിനെയാണ് കഴുകന്മാർക്ക് ഇഷ്ടം, അല്ലേ? അപ്പോൾ അത് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അപ്പോൾ ഈ രണ്ട് ന്യൂട്രീഷനാണ് അനിമലിയയിൽ വരിക. ഓക്കെ. അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആ ചാർട്ട് നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. എന്ന് വെച്ചാൽ ഫംഗസിൻ്റെ സെൽ വാളിൽ എന്താണ്, മൊണീറയുടെ സെൽ വാൾ കണ്ടന്റ് എന്താണ്, പ്രൊട്ടിസ്റ്റയുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, പ്ലാന്റയുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിഫറൻസ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിഫറൻസ് ആണ്. ഇപ്പോൾ 2 കിങ്ഡം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആർ നോട്ട് ഡിഫറൻഷിയേറ്റ്, അല്ലേ? അപ്പോൾ യൂണി ആൻഡ് ഒന്നാമത്തെ ഡിഫറൻസ് ആണ് യൂണി ആൻഡ് മൾട്ടി സെല്ലുലാർ
organisms, cellular organisms are not differentiate ചെയ്തിട്ടില്ല അല്ലേ. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആർ നോട്ട് ഡിഫറൻഷിയേറ്റ് ഇൻ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്നാൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കണ്ടു എന്താണ്, യൂണിസെല്ലുലാർ പ്രൊക്കാരിയോട്സിന് ഒരു ഗ്രൂപ്പ്, യൂണിസെല്ലുലാർ യുക്കാരിയോട്സിന് ഒരു ഗ്രൂപ്പ്, മൾട്ടി സെല്ലുലാറിന് മറ്റൊരു ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കാണാം. സോ ഹിയർ യൂണി ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആർ ഡിഫറൻഷിയേറ്റ് അല്ലേ. യൂണി ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആർ ഡിഫറൻഷിയേറ്റ്. രണ്ടാമത്തെ ഡിഫറൻസ് നോക്കാം. ഇവിടെ എന്താ പറയുക, ഓട്ടോട്രോഫിക് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓട്ടോട്രോഫിക് ഓർഗാനിസംസും ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ. സോ ദിസ് കിങ്ഡം ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ഓട്ടോട്രോഫിക് അല്ലേ. ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് രണ്ടും ഒരു ഗ്രൂപ്പിൽ വരും. എന്ന് വെച്ചാൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരു പ്ലാന്റ് കിങ്ഡം പ്ലാന്റയിൽ തന്നെയാണ്, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഫംഗസും കിങ്ഡം പ്ലാന്റയിൽ തന്നെയാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. എന്നാൽ 5 കിങ്ഡത്തിലാണെങ്കിലോ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരു ഗ്രൂപ്പിലാണ്, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഫംഗസ് മറ്റൊരു ഗ്രൂപ്പിലാണ് അല്ലേ. സോ ഹിയർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആർ ഡിഫറൻഷിയേറ്റ് അല്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഡിഫറൻഷിയേറ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ. അതിൽ നോട്ട്സിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ രൂപത്തിൽ തന്നെ പഠിക്കണം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു ഡിഫറൻസ് ആണ്, സാധാരണ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഒന്ന് ക്ലോറല്ല, മനസ്സിലായോ. ക്ലോറല്ല എന്ന് പറയുന്ന ഹരിതകം അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ്, ഹരിതകമുള്ള ഓർഗാനിസമാണ് ക്ലോറല്ല. അതേപോലെ തന്നെ ക്ലാമിഡോമോണസ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള മറ്റൊരു ഓർഗാനിസംസ് ആണ്, ഹരിതകമുള്ള ക്ലോറോഫിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ് ക്ലാമിഡോമോണസ്. എന്നാൽ പാരമീസിയം നമുക്കറിയാം എന്താണ്, യൂണിസെല്ലുലാർ ആണ് പാരമീസിയം. അതേപോലെ തന്നെ അമീബ അതും യൂണിസെല്ലുലാർ ആണ്, പക്ഷേ ഹെറ്ററോട്രോഫിക് ആണ്. ഈ നാലെണ്ണത്തിനെയും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രൊട്ടിസ്റ്റേ എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയുള്ളത്. കാരണം അവിടെ ഒറ്റക്കാരനാണ് വിറ്റേക്കർ നോക്കിയത്. ദാറ്റ് ഈസ് യൂണിസെല്ലുലാർ യൂകാരിയോട്സ് എന്ന ക്യാരക്ടേഴ്സ് ആണ് 4 ഓർഗാനിസത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രൂപ്പ് എന്താണ് കിങ്ഡം പ്രൊട്ടിസ്റ്റേ ബ്രോട്ട് ടുഗദർ അല്ലേ. ഇവിടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം പ്രൊട്ടിസ്റ്റ ബ്രോട്ട് ടുഗദർ അല്ലേ, ബ്രോട്ട് ടുഗദർ ഒന്നിച്ചു കൊണ്ടുവരുന്നു അല്ലേ. ബ്രോട്ട് ടുഗദർ ക്ലോറല്ല, ക്ലാമിഡോമോണസ്, പാരമീസിയം ആൻഡ് അമീബ. ഓക്കെ. എന്നാൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലോറല്ലയും അതേപോലെ തന്നെ ക്ലാമിഡോമോണസും എന്താണ് പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് സെൽ വാൾ അല്ലേ. സെൽ വാൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പ്ലാന്റ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ പാരമീസിയം അതേപോലെ തന്നെ അമീബയും സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ആനിമേലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് 3 ഡിഫറൻസുകൾ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള 3 ഡിഫറൻസുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുകയാണെങ്കിലും ഈ ഡിഫറൻസ് ചോദിക്കുമ്പോൾ 2 കോളമായിട്ട് നിരത്തി എഴുതാതെ 2 കോളമായിട്ട് എഴുതണം. അപ്പോൾ നോക്കുന്ന ടീച്ചേഴ്സിന് പെട്ടെന്ന് പോയിന്റ്സ് കിട്ടും, പെട്ടെന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ നിരത്തി എഴുതുമ്പോൾ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇനി എഴുതുന്നത് ക്ലിയർ അല്ലെങ്കിൽ കൂടി എന്താണ് മാർക്ക് കുറയാനും കാരണമാവും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ സയൻറ്റിസ്റ്റുകളുടെ പേരും ഒക്കെ ക്ലിയറായിട്ട് പഠിച്ചു പോകണം. ഓക്കെ. ഫസ്റ്റ് ടേംസുകൾ ഉണ്ടാവും, നമ്മൾ കേൾക്കാത്ത ടേംസുകളായിരിക്കും. അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഒരു ബുക്സ് പേപ്പറിൽ എഴുതി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ തീർക്കുകയാണ്. ഓക്കെ. താങ്ക് യു.